ഹലോ ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. അപ്പോൾ IBPS RRB ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ പ്രിപ്പറേഷനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിൻ്റെ ഇടയിൽ എനിക്ക് പുതിയ 2026 എക്സാംസിനെ ഫോക്കസ് ചെയ്യുന്ന ബിഗിനേഴ്സായിട്ടുള്ള ആസ്പിരൻസിനെ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ RRB ക്ലർക്ക് മെയിൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ആ വീഡിയോ ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ബിഗിനേഴ്സായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ വർഷം ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ഞാൻ ഫെബ്രുവരി 1 ശേഷം മെയിൻസ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ പ്രിലിംസ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്, പ്രിലിംസ് ക്ലിയർ ആവും എന്നുള്ള വിശ്വാസത്തിലാണ് മെയിൻസ് നോക്കുന്നത്. അപ്പോൾ മെയിൻസ് ഉണ്ടെങ്കിൽ മെയിൻസ് എക്സാം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതും സ്ട്രാറ്റജീസും കാര്യങ്ങളും ഇംഗ്ലീഷിൻ്റെ സ്ട്രാറ്റജീസും ഒക്കെ പറയാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് മെൻഷൻ ചെയ്യുന്നത്. ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം 2026 എക്സാംസിൻ്റെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം RRB ക്ലർക്ക് മെയിൻസിൻ്റെ പ്രിപ്പറേഷനിലാണ് പോകുന്നത്. സോ അതിൻ്റെ മോക്ക് ടെസ്റ്റ് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ മോക്ക് ടെസ്റ്റ് അനാലിസിസ് ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് 125 മാർക്കാണ്. ഇത് മെമ്മറി ബേസ്ഡ് പേപ്പറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മെമ്മറി ബേസ്ഡ് പേപ്പർ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ GA വീക്കാണ്. GA എനിക്ക് എത്രത്തോളം കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു, കവർ ചെയ്യുന്നത് ഞാൻ 6 മാസത്തെ കവർ ചെയ്യും, വായിച്ച് വിടാം. പക്ഷെ അതെങ്ങനെ ഓർമ്മ നിർത്തിക്കണമെന്നോ എങ്ങനെ അത് എന്താ പറയുക എക്സാമിലേക്ക് അതെങ്ങനെ എത്തിക്കണം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. സോ GA ഞാൻ വീക്കായതുകൊണ്ടാണ് അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ബേസ്ഡ് പേപ്പർ എടുക്കുന്നത്. മെമ്മറി ബേസ്ഡ് പേപ്പർ എടുക്കുമ്പം നമുക്ക് കാരണം ആ ഒരു ആക്ച്വൽ എക്സാം ലെവലിൽ എക്സാമിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ. സോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. സോ അതുകൊണ്ടാണ് മെമ്മറി ബേസ്ഡ് പേപ്പർ എടുക്കുന്നത്. സോ കഴിഞ്ഞ മെമ്മറി ബേസ്ഡ് പേപ്പർ ഞാൻ എടുത്തപ്പോൾ എനിക്ക് 110 ആയിരുന്നു എൻ്റെ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത് GA സെക്ഷൻ എടുക്കാണ്ട്. സോ ഇവിടെ GA സെക്ഷൻ സ്കിപ്പ് ചെയ്തിട്ടാണുള്ളത്. കാരണം മെമ്മറി ബേസ്ഡിൽ GA സെക്ഷൻ എടുക്കുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. സോ റീസണിങ്ങും ക്വാണ്ടും ഇംഗ്ലീഷും കമ്പ്യൂട്ടറുമാണ് ഈ നമ്മൾ ചെയ്യുക. GA ഒഴിവാക്കും. അപ്പം അതിൽ 142 അറ്റംപ്റ്റ് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. 125 മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 92.25% ആക്യുറസിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസണിങ് എനിക്ക് ഓക്കെയാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് റീസണിങ് എനിക്ക് ഓക്കെയാണ്. ആൻഡ് കമ്പ്യൂട്ടർ അവെയർനെസ് ഓക്കെയാണ്. പക്ഷേ അതായത് ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടർ അവെയർനെസ്സിൻ്റെ എല്ലാ ചാപ്റ്റർ ടെസ്റ്റും സെക്ഷണൽ ടെസ്റ്റുകളും മെമ്മറി ബേസ്ഡ് ടെസ്റ്റുകളൊക്കെ ഞാൻ ചെയ്തു, സെക്ഷണൽ ടെസ്റ്റുകളൊക്കെ. സോ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള കമ്പ്യൂട്ടർ അവെയർനെസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എക്സാമിന് ഈ മെമ്മറി ബേസ്ഡ് എക്സാം എടുക്കുമ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ ഈസി ആയിരുന്നു. കാരണം ഞാൻ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് ഇമ്പ്രൂവ് ആയത്. ക്ലിയർ ആയില്ലേ? ഞാൻ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാണ്ട് എൻ്റെ ഒരു ഉള്ള അറിവ് വെച്ചിട്ടാണ് അത് ചെയ്തത്. സോ അതിൽ എനിക്ക് ഫുൾ സ്കോറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഇതിൽ ചാപ്റ്റർ ടെസ്റ്റുകൾ കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ടോപ്പിക് വൈസുള്ള ഒരു ക്വിസ് ഉണ്ടാവും. സോ അത് അറ്റൻഡ് ചെയ്ത് നമ്മൾ ഏകദേശം എല്ലാം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാം അതിൽ കവർ ചെയ്ത് പോയിക്കോളും. സോ എല്ലാം പഠിച്ചതുകൊണ്ട് കമ്പ്യൂട്ടർ എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റീസണിങ് 2 മെമ്മറിയിലും എനിക്ക് 50 ഔട്ട് ഓഫ് 50 തന്നെയാണ് സ്കോർ ചെയ്താൻ പറ്റിയത്. ആൻഡ് മെമ്മറി ബേസ്ഡ് അല്ലാത്ത സെക്ഷണൽ മോക്കുകൾ എടുത്തപ്പം എനിക്ക് 35 + 40 ഒക്കെ മാർക്ക് പോയിട്ടുണ്ട്. സോ അത്രയും കുറച്ചും കൂടി കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആയിട്ടുണ്ട് എനിക്ക് RRB ക്ലർക്ക് റീസണിങ്ങിൻ്റെ കേസിൽ. ആൻഡ് ഇംഗ്ലീഷ് കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സെക്ഷണൽ സ്കോർ കാണിക്കാം. സെക്ഷണൽ സ്കോർ റീസണിങ് 50 ഔട്ട് ഓഫ് 50 ആണ്. കമ്പ്യൂട്ടർ നോളജ് 40ൽ 19.38 ആണ്. 40ലല്ല, 40 ഔട്ട് ഓഫ് 40 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ മാർക്ക് പകുതി മാർക്കാണ് ഉണ്ടാവുക. 40 ക്വസ്റ്റ്യൻ ആണ്, 20 മാർക്കാണ് ഉണ്ടാവുക. സോ 20ൽ 19.38 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 1 തെറ്റാണ്, 39 കറക്റ്റും 1 തെറ്റുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് പിന്നെയുള്ളത് ജനറൽ അവെയർനെസ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ഇംഗ്ലീഷിൽ എനിക്ക് വന്നിട്ടുള്ളത് 23.5 ആണ് 36ൽ. ഞാൻ കുറച്ച് ഗസ് വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് അല്ലേ, ആക്ച്വൽ എക്സാമിന് ഞാൻ ആ ഗസ് വർക്കിന് പോവില്ല. പക്ഷേ
എറർ കാണേണ്ട ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ഗസ് വർക്ക് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി 26 അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാൻ വേണ്ടി 2 ക്വസ്റ്റ്യൻ ഞാൻ ടൈം എടുത്തു. കുറച്ചും കൂടി സ്പീഡിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു 35+ മാർക്ക് കിട്ടട്ടെ. ഒരു 2-3 ക്വസ്റ്റ്യനെങ്കിലും കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റട്ടെ. 100% ആക്യുറസി ഉണ്ട്, തെറ്റിയിട്ടില്ല. സോ ന്യൂമറിക്കൽ എബിലിറ്റി മെമ്മറി ബേസ്ഡ് ചെയ്യുമ്പം ഇത്ര കിട്ടുന്നുണ്ട്. പക്ഷേ സാധാ എക്സാംസ് മറ്റേ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പം കുറച്ചും കൂടി ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ DIs ഒന്നും അത്ര ടഫ് വരില്ല എന്ന് തോന്നുന്നു. പിന്നെ DIs ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ സമയം വേസ്റ്റ് ആവുന്നതുകൊണ്ട് ഞാനിപ്പം ക്വസ്റ്റ്യനിൽ വരുന്ന ഓർഡറിൽ തന്നെയാണ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. DI ആദ്യം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റി അങ്ങനെയാണ് പോയിട്ടുള്ളത്. 32.5 എനിക്ക് സ്കോർ കിട്ടിയില്ല. അപ്പോൾ ടോട്ടൽ 125 മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കട്ട് ഓഫിനേക്കാളും കൂടുതലാണ്. കട്ട് ഓഫ് ഇവർ കൊടുത്തിട്ടുള്ളത് 112 to 115 ആണ്. സോ അതിനേക്കാളും 13 മാർക്കൊക്കെ എബോ ആണ് വന്നിട്ടുള്ളത്. സോ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ആക്ച്വൽ എക്സാമിന് ഒരു 140യുടെ അടുത്തെങ്കിലും അറ്റംപ്റ്റ് കൊടുക്കണം തന്നെയാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പം ഫുൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് മെമ്മറി ബേസ്ഡ് അല്ലാണ്ട് മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പം അത്രയും അറ്റംപ്റ്റിലേക്ക് എത്തിയിട്ടില്ല. കാരണം GA അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ കമ്പ്യൂട്ടറും ഇതൊക്കെ കവർ ചെയ്തതിന് ശേഷം ഞാനൊരു ഫുൾ ടെസ്റ്റ് എടുത്തിട്ടില്ല. മെമ്മറി ബേസ്ഡ് ആണ് എടുക്കുന്നത്. സോ അതൊന്ന് എടുത്ത് നോക്കിയാൽ മാത്രമേ എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 140ഒക്കെ അറ്റംപ്റ്റ് കൊടുക്കണം തന്നെയാണ്. എന്നാൽ മാത്രമേ കുറച്ചും കൂടി ഒരു 120ൻ്റെ അടുത്ത് എത്ര മാർക്കൊക്കെ വരുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ആ ഒരാളാണ് എയിം വെച്ചിട്ടുള്ളത്. പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയൊരു 10-11 ദിവസം ഉണ്ടാവുമല്ലോ. സോ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ സമ്മറി എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആദ്യമായിട്ട് മെയിൻസിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. മെമ്മറി ബേസ്ഡ് ആണ് ആൻഡ് GA തൊട്ടിട്ടില്ല. സോ എന്താ പറയുക, GA ഇല്ലാണ്ട് 125 മാർക്ക് എന്ന് പറയുന്നത് ഹൈ തന്നെയാണ്. നല്ല മാർക്കായിട്ടുണ്ട് അല്ലേ, കുഴപ്പമില്ലാണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട്. GAയും കൂടി ഒരു 10 മാർക്കിൻ്റെ അടുത്തേക്കെങ്കിലും എത്തിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിച്ച പോലെ നമുക്ക് സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളും ചാപ്റ്റർ ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റുകളുണ്ട് GAക്ക്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി സ്പെഷ്യൽ CA ബൂസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് GA ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഇപ്പം RRB ക്ലർക്ക് പ്രിലിംസിൻ്റെ റിസൾട്ട് വരേണ്ട സമയം ആയിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് 18th ജനുവരിക്കാണ്, രാത്രിയാണ് എടുക്കുന്നത്. സോ ഈ സമയമാകുമ്പോഴത്തേക്കും ഇപ്പോൾ രാത്രി 11 മണിയായിട്ടുണ്ട്. അപ്പം ഈ സമയമാകുമ്പോഴത്തേക്കും ബാക്ക് എൻഡ് ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗ്രൂപ്പിൽ ഞാനത് കണ്ടു. RRB ക്ലർക്ക് പ്രിലിംസിൻ്റെ ബാക്ക് എൻഡ് ലിങ്ക് വന്നിട്ടുണ്ട്. സോ ആ ബാക്ക് എൻഡ് ലിങ്ക് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും മറ്റും റിസൾട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ വരും. അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ജനുവരി 19-നാണെങ്കിൽ ചിലപ്പോൾ ഈ റിസൾട്ട് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം ചിലപ്പോൾ റിസൾട്ട് ഓൾറെഡി വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ 20-നുള്ളിൽ എന്തായാലും വരും. കാരണം നമുക്ക് 10 ദിവസം മുമ്പ് എന്തായാലും റിസൾട്ട് വരേണ്ടതാണ്. ഫെബ്രുവരി 1-നാണല്ലോ എക്സാം. സോ 10 ദിവസം മുമ്പ് എന്തായാലും റിസൾട്ട് വരേണ്ടതാണ്. സോ നാളെയോ മറ്റന്നാളോ റിസൾട്ട് പ്രതീക്ഷിക്കാം. അതിന് അതോടൊപ്പം തന്നെ RRB PO മെയിൻസിൻ്റെ റിസൾട്ടും കൂടി ഈ വീക്ക് വരും കേട്ടോ. പിന്നെ SBI ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ റിസൾട്ടും IBPS ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ റിസൾട്ടും വരും. അത് കറക്റ്റ് ഈ വീക്ക് വരും എന്നല്ല, ഈ മന്ത് ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ എന്തായാലും വരും എന്നാണ് പല എന്താ പറയുക അഡ 24/7 ഒക്കെ ഇല്ലേ അതിലൊക്കെ പറയുന്നുണ്ടായിരുന്നത്. ഈ മന്ത് ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി മന്തിൽ ഫൈനൽ റിസൾട്ട് വരും എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് IBPS POൻ്റെ ഫൈനൽ റിസൾട്ട് വന്നതുകൊണ്ട് ആ കുറച്ച് ആൾക്കാർ അവരൊക്കെ എന്തായാലും RRB ക്ലർക്ക് പ്രിലിംസ് എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ അത്രയും ആൾക്കാർ RRB ക്ലർക്ക് മെയിൻസിൽ നിന്ന് ഒഴിവായിട്ടുണ്ടാവാം. അപ്പോൾ SBI ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ റിസൾട്ടും IBPSൻ്റെ ഫൈനൽ റിസൾട്ടും വന്നു കഴിഞ്ഞാൽ അത്രയും പേരും RRB ക്ലർക്ക് മെയിൻസിൽ നിന്ന് ഒഴിവാവും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒഴിവായി പോകുമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ IBPS POൻ്റെ എഴുതിയവരെന്തായാലും ഇനി RRB ക്ലർക്ക് മെയിൻസ് എഴുതില്ലല്ലോ. സോ അവർ ഒഴിവാകുമായിരിക്കും. അതിനുള്ളിൽ റിസൾട്ട് വരുമോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അത്ര ഒരാഴ്ച 2 ആഴ്ചയല്ലേ ഉള്ളൂ. സോ അപ്പോൾ ഇതാണ് RRB പെട്ടെന്ന് എന്തായാലും വരും. നാളെ മറ്റന്നാൾ വരും. പാസ്സാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണുള്ളത്. എൻ്റെ അറ്റംപ്റ്റ് 78 അറ്റംപ്റ്റ്സ് ആണ് ഔട്ട് ഓഫ് 8 ഞാൻ കൊടുത്തത്. 1 തെറ്റാണെന്നാണ് ഇപ്പോൾ എൻ്റെ നിലവിലുള്ള. 1 എന്തായാലും തെറ്റാണ്. പിന്നെ നോർമലൈസേഷൻ വഴി മാർക്ക് കുറയില്ല, കൂടുകയും ചെയ്യും, ആക്യുറസി ഉണ്ടാവും. സോ
ക്ലിയർ ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. അപ്പോൾ നിങ്ങളും അതേ ഹോപ്പിലിരിക്കുക. ഞാൻ നാളത്തെ ടൈം ടേബിൾ ഞാനിപ്പോൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ആൻഡ് അതിൽ നിങ്ങൾ CAൻ്റെ ഞാൻ 4 മന്ത്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മന്ത്സ് തറോ ആയാൽ തന്നെ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. സോ 4 മന്ത്സ് തറോ ചെയ്യുക, ബാക്കിയുള്ളത് ജസ്റ്റ് ഓഗസ്റ്റ് കുറച്ചും കൂടി ഒന്ന് വായിച്ച് വിടാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് അത് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. നോക്കാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ടേബിൾസ് അതിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.